ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഓലയുടെ കുരിയച്ചിറയിലുള്ള സർവീസ് സെൻ്ററിലാണ്. വണ്ടികൾ ഇവിടെ നിരനിരയായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഓണം സെയിൽസിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളാണെന്ന്. എന്നാൽ അങ്ങനെയല്ല ഗൈസ്, ഇത് മുഴുവൻ സർവീസിൻ്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള വണ്ടികളാണ്. എന്നാൽ ഈ വണ്ടികളെല്ലാം സർവീസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്നാൽ അത് തീർത്തും പരാജയമായിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ കാറ്റും മഴയും വെയിലും കൊണ്ട് ഇവിടെ ഇരിക്കുന്ന വണ്ടികൾ ഓരോന്നായി ദിനം പ്രതി കേടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിപ്പോൾ ഇവിടെ കാണാം, വണ്ടികൾ ഇരിപ്പ് കാണുമ്പോൾ നമുക്ക് നല്ല കുട്ടപ്പന്മാരെ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ വണ്ടികളും ഓരോരോ കംപ്ലൈൻറ്റുകൾ പറഞ്ഞ് കസ്റ്റമേഴ്സ് കൂട്ടി ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിന് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാനോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഇതിന് വ്യക്തമായ ആളുകളോ കമ്പനിയുടെ സ്റ്റാഫോ കറക്റ്റായിട്ട് ഇവിടെ ഇല്ല. ഇവിടെയുള്ളവരൊക്കെ റിസൈൻ ചെയ്ത് പോയി എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇതിൻ്റെ ഷോറൂമിൻ്റെ പുറംവശം. പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. അതിലും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു വണ്ടി സർവീസ് ചെയ്യുന്നത് കണ്ടില്ലേ ഗൈസ്? വണ്ടിയുടെ പുറത്താണ്, അതായത് ഷോറൂമിന് പുറത്തിട്ടിട്ട്, സർവീസ് സെൻ്ററിന് പുറത്തിട്ടിട്ടാണ് ഇങ്ങനെ മറ്റേ കളിപ്പാട്ടം നന്നാക്കുന്ന പോലെയൊക്കെയാണ് ഗൈസ് ഓരോ വണ്ടികൾ ഇവിടെ സർവീസ് ചെയ്യുന്നത്. അത്രയ്ക്കും മോശമാണ് ഇവിടുത്തെ ലേബറും ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പുറം കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോ വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ ഗൈസ്? സർവീസ് ചെയ്യാനെന്ന വ്യാജേന ഇവിടെ കൊണ്ടിട്ട് ഓരോന്നോരോന്നായി അഴിച്ചിടുന്നു. സർവീസ് സെൻ്റർ ഉള്ളിലുള്ളപ്പോൾ സർവീസ് ചെയ്യാതെ പുറത്തിട്ടിട്ട് ഇങ്ങനെ ആർക്കും വേണ്ടാത്ത കൊടിച്ചുപൊട്ടിയെ പോലെയാണ് ഓരോ വണ്ടികളുമൊക്കെ ഇവിടെ സർവീസ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇവിടുത്തെ പുറം കാഴ്ച. ഇനി നമുക്കതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം ഗൈസ്. ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിലുള്ള ഓലയുടെ സർവീസ് സെൻ്ററിൻ്റെ ഉൾവശം. പുറം കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഉള്ളിലെ അവസ്ഥ. നോക്കൂ, ഒരു വലിയൊരു ഇന്ത്യൻ കമ്പനി ഓലയുടെ ഭാഗമായ പ്രേക്ഷകരുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ ഇരിക്കുന്ന എല്ലാ വണ്ടികളും സർവീസ് ചെയ്യാനാവാതെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനാര് ഉത്തരവാദിത്തം പറയുമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ മറുപടിയില്ല. ഓലയുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. കണ്ടില്ലേ ഗൈസ്, ഓരോ വണ്ടികൾ അയച്ചിട്ടിട്ട് ഇവിടെ വൃത്തിഹീനമായ അവസ്ഥയിൽ കിടക്കുന്നത്. ഗൈസ്, ഇതാണ് ഓല തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിലുള്ള ഓലയുടെ ഷോറൂമിൻ്റെ അവസ്ഥ. സർവീസ് ചെയ്യാൻ കൊടുത്ത വണ്ടികളുടെ ഇരിപ്പ് കണ്ടില്ലേ ഗൈസ്? ഇതാണ് ഓല മടൽ വെട്ടിയിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് കളിക്കുകയായിരിക്കും ഇതിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ പല വണ്ടികളുടെയും പാർട്സുകൾ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ ഏത് വണ്ടിയുടെയാണെന്ന് പോലും വ്യക്തമല്ല ഗൈസ്. കണ്ടില്ലേ വണ്ടികളിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ ഗൈസ്? പല വണ്ടികളുടെയും പാർട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിതറിക്കെടുക്കുന്നു. കമ്പനിക്കും വേണ്ട, സർവീസ് ചെയ്യുന്ന സ്റ്റാഫിനും വേണ്ട എന്ന പോലെയാണ് ഈ വണ്ടികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത്രയും വില കൊടുത്ത വണ്ടികൾ വാങ്ങിയിട്ട് ജനങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് വേണം പറയാനായി. ഇതാണ് ഇതിൻ്റെ ഉൾവശം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഒരാളും ഓല വാങ്ങി പറ്റിക്കപ്പെടരുത് ഗൈസ്. കമ്പനിയുടെ തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിലുള്ള സർവീസ് സെൻ്ററിൻ്റെ അവസ്ഥ. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ വണ്ടിയും ഈ ഒരവസ്ഥയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ ഗൈസ്? പാർട്സായി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും. അതിന് പുറമെ കൊട്ടക്കണക്കിന് വണ്ടികളാണ് ഇവിടെ സർവീസ് ചെയ്യാനാകാതെ കിടക്കുന്നത്. സർവീസ് ചെയ്യുന്ന വണ്ടികളാണെങ്കിലോ ഇതാണ് ഇതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയുടെ ഷോറൂമിനകത്ത് നടക്കുന്ന കാഴ്ചകൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഓലയുടെ സർവീസിനെ വിശ്വസിച്ച് ഏൽപ്പിക്കരുത് ഗൈസ്.